കഥ പറയൂ, കഥ പറയൂ, കഥ പറയൂ, കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. ഇന്നത്തെ കഥ പഞ്ചതന്ത്രം കഥകളിലെ 5ാം തന്ത്രമായിട്ടുള്ള അപരീക്ഷിത കാരകം. അതിൽ നിന്നുള്ളതാണ്. ഒരിടത്തൊരിടത്തൊരു രാജ്യത്ത് 4 ബ്രാഹ്മണകുമാരന്മാരുണ്ടായിരുന്നു. വിദ്യാപാരകൻ, വിദ്യാവിശാരദൻ, വിദ്യാവിദഗ്ധൻ, സുബുദ്ധി. അവരിലെ 3 പേര് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമൊക്കെ വളരെ പാണ്ഡിത്യം നേടി, നല്ല അറിവ് നേടി. പക്ഷെ അവർക്ക് ലോകപരിചയം, അതുപോലെ പ്രായോഗിക ബുദ്ധി ഇതൊക്കെ കുറവായിരുന്നു. എന്നാൽ 4ാമനായിട്ടുള്ള സുബുദ്ധി, അദ്ദേഹം അധികം പുസ്തകങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ വലിയ വിവേകിയാണ്, കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനാണ്. ഒരിക്കല് അവര് 4 പേരും കൂടി ഇരുന്നിട്ട് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. അവരാലോചിച്ചു, നമ്മൾ പഠിച്ച ഈ വിദ്യ കൊണ്ട് എന്താ പ്രയോജനം? വിദേശങ്ങളിൽ പോയി രാജാക്കന്മാരെ കണ്ട് നമ്മുടെ വിദ്യ പ്രദർശിപ്പിച്ചാലല്ലേ ധനം സമ്പാദിക്കാൻ കഴിയൂ? അത് ശരിയാ. അങ്ങനെ അവര് കിഴക്കോട്ട് യാത്ര തിരിച്ചു. പോകുന്ന വഴിയില് മൂത്ത പണ്ഡിതൻ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തില് സുബുദ്ധിക്ക് വിദ്യയൊന്നുമില്ല, വെറും ബുദ്ധി മാത്രമേ ഉള്ളൂ. രാജാക്കന്മാരാണെങ്കില് പണ്ഡിതന്മാർക്ക് മാത്രമേ ദാനം നൽകൂ. അതുകൊണ്ട് നമ്മൾ നേടുന്ന ധനത്തിൽ നിന്ന്, പണത്തിൽ നിന്ന് സുബുദ്ധിക്ക് എന്തിനാ ഓഹരി നൽകണത്? അത് ശരിയാവില്ല. അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് മടങ്ങി പോണത് തന്നെയാണ് നല്ലത്. 2ാമത്തെ ആളും അത് ശരിവച്ചു. പക്ഷെ 3ാമത്തെ പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. നമ്മൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. അവനെ നമുക്ക് മാറ്റി നിർത്തേണ്ട. നമുക്ക് കിട്ടുന്നതിൽ ഒരു ഭാഗം അവനും നൽകാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അവൻ നമ്മളൊപ്പം വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും 1ാമത്തെ ആളും 2ാമത്തെ ആളും സമ്മതിച്ചു. അങ്ങനെ സുബുദ്ധിയും അവർക്കൊപ്പം യാത്ര തുടർന്നു എന്നർത്ഥം. അങ്ങനെ നടന്നവരൊരു കാട്ടിലെത്തി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അവര് കാടിന്റെ കുറെ കൂടി ഉള്ളിലേക്കെത്തി. ആ വഴിയിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് അവരൊരു കാഴ്ച കണ്ടു. നോക്കിയപ്പോ ഒരു മൃഗത്തിന്റെ അസ്ഥികള് അവിടെ ഇവിടെയായിട്ട് ചെതറിക്കിടക്കുന്നു. ഏത് മൃഗാന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. അവരടുത്ത് ചെന്ന് നോക്കി. അപ്പോ 1ാമൻ പറഞ്ഞു, നോക്കൂ, ഇതൊരു ചത്ത മൃഗത്തിന്റെ അസ്ഥികളാണ്. നമ്മുടെ വിദ്യ, അറിവ്, പാണ്ഡിത്യം ഒക്കെ പരീക്ഷിക്കാൻ പറ്റിയ സമയം. ഞാനൊരു കാര്യം ചെയ്യാം, ഈ അസ്ഥികളെല്ലാം യഥാസ്ഥാനത്ത് അടുക്കി വയ്ക്കാം. അദ്ദേഹം മന്ത്രം ചൊല്ലി അസ്ഥികൾ ഓരോന്നായി കൃത്യമായി ക്രമത്തില് അടുക്കി വെച്ച് യോജിപ്പിച്ചു. ഇതൊരു സിംഹത്തിന്റെ അസ്ഥികൂടമാണ്. അതിപ്പോ വ്യക്തമായി. അപ്പോഴേക്കും അടുത്ത ആൾക്ക് കുറച്ചും കൂടി ഒരു ആവേശം വന്നു. ആള് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിതില് മാംസവും രക്തവും തൊലിയും ഒക്കെ നിറയ്ക്കാം. അത് പറയലും തൻ്റെ അറിവും പിന്നെ പാണ്ഡിത്യവും ഒക്കെ തെളിയിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലിയപ്പോ എന്ത് സംഭവിച്ചു? അവിടെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള സിംഹം കിടക്കുന്നത് പോലെയായി. ജീവൻ ഇല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും 3ാമത്തെ ആൾക്ക് അതിനേക്കാളും ആവശ്യമായി. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച്, എൻ്റെ അറിവ് ഉപയോഗിച്ച് ഇതിന് ജീവൻ നൽകി എഴുന്നേൽപ്പിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ജീവൻ നൽകാനുള്ള മന്ത്രങ്ങൾ ജപിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? ആരാണ്? സുബുദ്ധി. സുബുദ്ധിക്ക് തോന്നി, കാര്യങ്ങള് അത്ര പന്തിയല്ല. വേഗം പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ, ഇതൊന്നും ചെയ്യല്ലേ, ഇതൊരു സിംഹമാണ്. ഇതിന് ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആദ്യം ചെയ്യുന്നത് നമ്മളെ പിടിച്ച് തിന്നണമെന്നാണ്. പക്ഷെ ഇവർക്ക് ഇത് കേട്ടപ്പോ ചിരിയാ വന്നത്. നിനക്കേ വിദ്യ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ കഴിവ് കണ്ടിട്ട് വെറുതെ പേടിക്കണതാ.
ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഈ വിദ്യ അത് വെറുതെ പാഴാക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. നീ അവിടെ പേടിക്കൊന്നും വേണ്ട, അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. മറ്റു രണ്ടുപേരും ആ പറഞ്ഞ വാക്കുകൾക്ക് യോജിച്ചു. അവരും പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സുബുദ്ധിയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തേയില്ല. ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് സുബുദ്ധിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, ശരി, എന്നാ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് നിൽക്കൂ, ഞാൻ ഈ മരത്തിന് മുകളിൽ ഒന്ന് കയറിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു വേഗം തന്നെ ഓടി അടുത്തുള്ള വലിയ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നു. ഉടനെ തന്നെ ആ മൂന്നാമത്തെ പണ്ഡിതൻ മന്ത്രം ജപിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ തന്റെ മന്ത്രശക്തി കൊണ്ട് സിംഹത്തിന് ജീവൻ നൽകി. ജീവൻ തിരിച്ചു കിട്ടിയ സിംഹം ഉണ്ടല്ലോ, ഒരെണീക്കല ഉറക്കങ്ങട് ഗർജിച്ചു കൊണ്ടിട്ട് ചാടി എണീക്കുകയാണ്. വിശന്നിട്ടാണ് നിക്കണതേ. നോക്കിയപ്പോ 3 പേരാ മുമ്പിൽ. ഒരൊറ്റ ചാട്ടം 3 പേരെയും കൊന്നു തിന്നു. ഇതെല്ലാം കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ സുബുദ്ധി അവിടെ മുകളില് ഇരുന്നു. ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അല്ലെ. സിംഹം കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പോയി. സുബുദ്ധി പതുക്കെ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി സങ്കടത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുട്ടികളെ, വിവേകമില്ലാത്ത വിദ്യ ആപത്ത് വരുത്തുന്നതാണ്. ബുദ്ധിഹീനാ വിനശ്യന്തി യഥാതേ സിംഹകാരകാഹ. ബുദ്ധിയില്ലാത്തവര് സിംഹത്തെ ഉണ്ടാക്കിയ പണ്ഡിതന്മാരെ പോലെ നശിച്ചു പോകുന്നു. അറിവ് നേടുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് ആ അറിവ് ബുദ്ധിപൂർവം ഉപയോഗിക്കുക എന്നത്. ഇത് സൂചിപ്പിക്കാനാണ് ഈ ഒരു കഥ ഇവിടെ പറഞ്ഞത്. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.